അവിടെ മൗലിദ് കിതാബ് ഇനി നിങ്ങൾ ചൊല്ലരുത്, ദയവ് ചെയ്ത് നിങ്ങൾ മങ്കൂസ് ഓതരുത്, ഇത് സർറഫലാമ് ഓതരുത്, ഒരു മൗലിദ് കിതാബ് ചൊല്ലരുത്. നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, ഹദീസ് ചൊല്ലിക്കോളൂ. അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാതെ ഈ മൗലിദ് കിതാബും ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല മുസ്ലിയാരെ, ഒരു കാര്യമില്ല. നിങ്ങൾ മങ്കൂസും സർറഫനാമും സുബ്ഹാനയും ബർസന്റെ ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതിക്കുക. ഒരു അർഫിന് 10 ഇരട്ടി കൂലിട്ടും. ഒരു അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 പുണ്യം കിട്ടും. എന്തിനാ ഒഴിവാക്കുന്നത്? സുബ്ഹാനല്ലാഹി അസ്റഫി ശൈറബിൽ അബിൽ ഖമർ നബിൽ ഹുദാ ചൊല്ലിയാൽ എത്ര കൂലിയാ കിട്ടുക? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒരു കൂലിയും കിട്ടാനല്ലോ, ഒരു കൂലിയും കിട്ടാനില്ല. ഈ നുണയ്ക്ക പറഞ്ഞ കുറ്റം പാറ കിട്ടുകയും ചെയ്യും. ഒരു അള്ളാഹുവിന്റെ കിതാബ് ഓതുക, ഒരു ഫാത്തിഹ ഓതിയാൽ തന്നെ 10,000 പ്രതിഫലമാണ്. ആ സൂറത്തുകളെ, ആയത്തുകളെ പാരായണം ചെയ്യുക. അതിൽ തന്നെ ആയത്തുൽ കുർസി ഓതുക, മുഅവ്വിദത്തൈൻ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ഫാത്തിഹ ഓതുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുക. അതിന് കിട്ടുന്ന പ്രതിഫലം ഏതായിരുന്നാലും ഈ നുണ ചൊല്ലിപ്പോയാൽ അതിന് കിട്ടൂല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. പോയിട്ട് സ്വസ്ഥമായി ശാന്തമായി ചിന്തിക്കുക. അവനവന് വേണ്ടി, പരലോകത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.